ലോക പോലീസായ ട്രംപിന്റെ അമേരിക്കയാണോ അല്ലെങ്കിൽ സി ജിൻപിങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് ചൈനയാണോ ആഗോള രാഷ്ട്രീയത്തിലെ അതികായകൻ? നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ശക്തനായി തോന്നുന്നത്? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ആരാണ് ഇവർക്കിടയിലെ വമ്പൻ എന്ന കാര്യം. ചൈനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തീക്ഷ്ണമായ മത്സരത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ മത്സരത്തിന്റെ സ്വഭാവം ബഹുമുഖമാണെങ്കിലും രണ്ട് രാജ്യങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ആഗോള നേതൃത്വത്തിനായി മത്സരിക്കുന്ന രണ്ട് പ്രബല ശക്തികളാണ് ഇരുവരും. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള മത്സരം ആരാണ് യഥാർത്ഥ വിജയി എന്ന് തെളിയിക്കാനല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെയും ഭാവി രൂപപ്പെടുത്തുന്നതിലെ മേൽക്കോയ്മയ്ക്കാണ് ഇവർക്കിടയിലെ യഥാർത്ഥ വിഷയം. ഇവരിൽ ആരാണ് ശരിക്കും ലോകം ഭരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, നയതന്ത്ര, സൈനിക മേഖലകളെ ഒക്കെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ സൈനിക ശക്തിയെക്കുറിച്ച് പറയാം. ലോകത്തിലെ പ്രബലമായ സൈനിക ശക്തിയായി പണ്ടേ കണക്കാക്കപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. സാങ്കേതിക പുരോഗതി, ആഗോള വ്യാപനം, ശക്തി പ്രൊജക്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ US-നെ തോൽപ്പിക്കാൻ തക്ക ഒരു രാജ്യവും നിലവിൽ ഇവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. 2024 കണക്കുകൾ അനുസരിച്ച് ഏകദേശം $750 ബില്യൺ വാർഷിക പ്രതിരോധ ബജറ്റുള്ള രാജ്യം കൂടിയാണ് US. അതായത് മറ്റേതൊരു രാജ്യത്തെക്കാളും പ്രതിരോധത്തിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗണ്യമായി ചിലവഴിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ ചൈനയുടെ ബജറ്റിലേക്ക് നോക്കുകയാണെങ്കിലോ 290 ബില്യൺ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. അതായത് US തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വിമാനവാഹിനി കപ്പലുകൾ, സ്റ്റെൽത്ത് ബോംബറുകൾ, ന്യൂക്ലിയർ അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെയുള്ള ഏറ്റവും നൂതനവും അതുപോലെ ശക്തവുമായ ആയുധങ്ങളും US സൈന്യത്തിന്റെ കൈവശമുണ്ട്. ഇത് ലോകത്തെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും സാന്നിധ്യം നിലനിർത്താൻ US-നെ പ്രാപ്തനാക്കുന്നുമുണ്ട്. ഇതിന് വിപരീതമായി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുന്നതിൽ ചൈന കാര്യമായി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി അതായത് PLA ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് മിലിറ്ററി തന്നെയാണ്. 2 ദശലക്ഷത്തിലധികം സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ചൈനയുടെ പ്രതിരോധ ബജറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബജറ്റാണെങ്കിലും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും യുദ്ധപരിചയത്തിന്റെയും കാര്യത്തിൽ PLA ഇപ്പോഴും അമേരിക്കയേക്കാൾ പിന്നിലാണ് എന്നത് വസ്തുതയാണ്. എന്നിരുന്നാലും സൈബർ യുദ്ധം, ബഹിരാകാശ ശേഷി, മിസൈൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ചൈന അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധ്യതയുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചൈന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൈനയുടെ സൈനിക ആധുനികവൽക്കരണം ഏഷ്യ പസഫിക് മേഖലയിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കുന്നതിനും ഭാവിയിലെ സംഘർഷങ്ങളിൽ US-നെ വെല്ലുവിളിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ്. ഇരു രാജ്യങ്ങൾക്കും അതിശക്തമായ സൈനിക ശേഷി ഉണ്ടെങ്കിലും ആഗോളതലത്തിൽ സാങ്കേതിക മികവ്, യുദ്ധപ്രവർത്തനങ്ങളിലെ അനുഭവ പരിചയം എന്നിവയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മുൻതൂക്കം തന്നെയുണ്ട്. സാമ്പത്തിക ശേഷിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സാമ്പത്തിക സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ ആധിപത്യത്തിനായി അമേരിക്കയെ വെല്ലുവിളിച്ച് ചൈന ആഗോള സാമ്പത്തിക ശക്തിയായി ഉയർന്നിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ആദ്യം അത് പറയുകയും വേണം. ചൈനയുടെ GDP ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ്. മാത്രവുമല്ല, അത് പതിറ്റാണ്ടുകളായി ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ അതിന്റെ വിശാലമായ ഉൽപാദന മേഖലയിൽ നിന്നാണ് ചൈനയുടെ സാമ്പത്തിക ശക്തി ഉടലെടുക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരനും സാങ്കേതിക വിദ്യയിലെ മുൻനിരക്കാരനും ചൈന തന്നെയാണ്. പ്രത്യേകിച്ച് ടെലികമ്മ്യൂണിക്കേഷൻസ്, AI, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. US സമ്പദ് വ്യവസ്ഥ മൊത്തം GDP-യിൽ അല്പം വലുതാണെങ്കിലും സമീപ വർഷങ്ങളിൽ മന്ദഗതിയിലാണ് US-ന്റെ വളർച്ച. എന്നിരുന്നാലും വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥ, ശക്തമായ ഉപഭോക്തൃ അടിത്തറ, അതിന്റെ കറൻസിയായ US ഡോളറിന്റെ ആഗോള ആധിപത്യം എന്നിവയിൽ നിന്ന് US മുന്നിൽ തന്നെയാണ് നിലയുറപ്പിച്ചത് എന്ന് പറയാവുന്നതാണ്. ഡോളർ മുൻഗണനയുള്ള കരുതൽ കറൻസിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്നും പല അന്താരാഷ്ട്ര ഇടപാടുകളും ഡോളറിലാണ് നടത്തുന്നത്. ഇത് US-ന് കാര്യമായ സാമ്പത്തിക നേട്ടം നൽകുന്നുണ്ട്. കൂടാതെ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് US-ന് കൂടുതൽ പ്രവേശനവുമുണ്ട്. ഇതിനൊക്കെ പുറമെ US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായതാണ്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ശ്രദ്ധേയമാണെങ്കിലും ഇപ്പോഴും വെല്ലുവിളികൾ ഇത് നേരിടുന്നുണ്ട്. ഇത് വിദേശ വിപണികളിൽ നിന്നുള്ള കയറ്റുമതിയെയും നിക്ഷേപത്തെയും വളരെയധികം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനോ വ്യാപാര തടസ്സത്തിനോ ഇരയാകുന്നുമുണ്ട്.
കൂടാതെ ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഇതുവരെ ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് പൂർണ്ണമായും പരിവർത്തനം ചെയ്തിട്ടുമില്ല. കാരണം അതിപ്പോഴും സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളെയും കനത്ത വ്യാവസായിക മേഖലകളെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ യുഎസും ചൈനയും വളരെ സ്വാധീനമുള്ളവരാണ്. എന്നാൽ ശക്തമായ കറൻസി, മൂലധന വിപണിയിലേക്കുള്ള പ്രവേശനം, സാമ്പത്തിക വൈവിധ്യം എന്നിവ കാരണം യുഎസ് നേരിയ മുൻതൂക്കം നിലനിർത്തുന്നു എന്നതാണ് ആഗോളതലത്തിലെ തന്നെ സത്യം. ഇനി ഞാൻ അടുത്തതായിട്ട് പറയുന്നത് സാങ്കേതിക ശക്തിയെക്കുറിച്ചാണ്. സാങ്കേതിക ആധിപത്യത്തിനായുള്ള മത്സരം അമേരിക്കയും ചൈനയും നേരിട്ട് മത്സരിക്കുന്ന ഒരു പ്രധാന മത്സര മേഖല തന്നെയാണ്. സാങ്കേതിക നവീകരണത്തിൽ അമേരിക്ക വളരെ കാലമായി മുൻപന്തിയിലാണുള്ളത്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സാങ്കേതിക ഭീമന്മാരുടെ ആഗോള കേന്ദ്രമായി സിലിക്കൺ വാലി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സോഫ്റ്റ്വെയർ വികസനം, AI, സെമി കണ്ടക്ടർ ഉൽപാദനം, ബയോടെക്നോളജി തുടങ്ങിയ മേഖലയിൽ US സ്ഥാപനങ്ങൾ മുൻനിരയിലാണ് നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നൂതനമായ ചില ഗവേഷണ സ്ഥാപനങ്ങൾ US-ലാണ് ഇപ്പോഴുമുള്ളത്. അവ അതിന്റെ സാങ്കേതിക നേതൃത്വത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നതും. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ചൈന അതിവേഗം മുന്നേറിയിട്ടുണ്ട്. ചൈനയുടെ സാങ്കേതിക മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് AI, 5G, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിലെ വളർച്ച സാങ്കേതിക രംഗത്ത് US-ന്റെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. ആഗോള സാങ്കേതിക മേഖലയിൽ ഹുവാവെ, ആലിബാബ തുടങ്ങിയ കമ്പനികൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. കൂടാതെ 5G നെറ്റ്വർക്കുകൾക്കായുള്ള വൻതോതിലുള്ള മുന്നേറ്റം ഉൾപ്പെടെ ചൈന അതിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. AI-യിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധങ്ങളുടെ കാര്യത്തിൽ ചൈന US-നെ ഇതിനോടകം തന്നെ മറികടന്നിട്ടുമുണ്ട്. 2030ഓടെ AI-യിൽ ആഗോള നേതാവാകാനുള്ള പാതയിലാണ് ചൈന എന്ന് ഈ നീക്കത്തിലൂടെ നമുക്ക് വ്യക്തവുമാണ്. വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും നിർണായക സാങ്കേതിക മേഖലകളിൽ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പദ്ധതിക്കായി ചൈനീസ് സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെമി കണ്ടക്ടർ ഉൽപാദനത്തിലാണ് US മുൻതൂക്കം നിലനിർത്തിയിരിക്കുന്നത്. സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇന്റൽ, എൻവിഡിയ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലുതും വളരെയധികം പുരോഗമിച്ചതുമായ സെമി കണ്ടക്ടർ നിർമ്മാതാക്കൾക്ക് US ജന്മനാടാണ്. കൂടാതെ സോഫ്റ്റ്വെയർ വികസനം, സൈബർ സുരക്ഷ, ബഹിരാകാശ പര്യവേഷണം എന്നിവയിൽ US-ന് ഗണ്യമായ മുൻതൂക്കവുമുണ്ട്. അടുത്തത് നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചാണ്. ഈ കൂട്ടത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു മേഖല തന്നെയാണ് ഇരു രാജ്യങ്ങളും ആഗോള ജനതയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ആഗോള സമൂഹത്തിന് മുന്നിൽ എങ്ങനെ നിൽക്കുന്നു എന്ന കാര്യം. ആഗോള വേദിയിൽ അമേരിക്ക വളരെ കാലമായി ഒരു കേന്ദ്ര ബന്ധുവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ, നാറ്റോ, ലോകബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ സ്ഥാപക അംഗമാണ് US. നാറ്റോ സഖ്യകക്ഷികളായ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി സൈനിക സഖ്യങ്ങളുടെയും പങ്കാളിത്തങ്ങളുടെയും ഒരു ശൃംഖല തീർക്കാൻ അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വ്യാപാരം മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള വിഷയങ്ങളിൽ ആഗോള മാനദണ്ഡങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ US നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതേസമയം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതായത് BRI പോലുള്ള സംരംഭങ്ങളിലൂടെ ചൈന ആഗോള സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ, ലോകാരോഗ്യ സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലും ചൈന സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും നയതന്ത്രത്തോടുള്ള ചൈനയുടെ സമീപനം പലപ്പോഴും കൂടുതൽ ഏറ്റുമുട്ടലും സ്വാർത്ഥ താല്പര്യങ്ങളും ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടൽ, തായ്വാൻ പോലെയുള്ള അതിന്റെ ഭൗമരാഷ്ട്രീയ അഭിലാഷങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ചില സങ്കീർണതകൾ രൂപപ്പെടുന്നത്. US-ന് സഖ്യകക്ഷികളുടെയും ആഗോള സ്വാധീനത്തിന്റെയും ഒരു സ്ഥാപിത ശൃംഖലയുണ്ട്. അതേസമയം ചൈനയുടെ നയതന്ത്ര സ്വാധീനം വളർന്നു വരികയുമാണ്. പക്ഷേ അതിന്റെ സ്വേച്ഛാധിപത്യ ആഭ്യന്തര നയങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും ഇപ്പോഴും അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അമേരിക്കയും ചൈനയും സ്വന്തം നിലയിൽ ശക്തരാണ് എന്നതാണ് ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കഥ. പക്ഷേ അവ വ്യത്യസ്ത തരം ശക്തികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സൈനിക ശക്തി, സാങ്കേതിക നേതൃത്വം, നയതന്ത്ര വ്യാപ്തി എന്നിവയിൽ US-ന് വ്യക്തമായ മുൻതൂക്കം തന്നെയുണ്ട്. എന്നിരുന്നാലും ചൈനയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, സാങ്കേതിക പുരോഗതി, സൈനിക ആധുനികവൽക്കരണം എന്നിവ വളർന്നുവരുന്ന ഒരു സൂപ്പർ പവറായി ചൈനയെ മാറ്റുന്നുമുണ്ട്. ഇത് US ആധിപത്യത്തെ, പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇരുവരും തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥ അവർ അവരുടെ സാമ്പത്തിക, സൈനിക, നയതന്ത്ര വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചൈനയുടെ ഉയർച്ച ആഗോള ശക്തിയിലെ മാറ്റത്തെ സൂചിപ്പിച്ചേക്കാം. എന്നാൽ നിലവിലും മിക്ക കാര്യങ്ങളിലും US കൂടുതൽ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് ആഗോള രാഷ്ട്രീയത്തിലെ നിലവിലെ സാഹചര്യം പോലും. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.